രാമായണത്തിൽ ജനക മഹാരാജാവ് സീതാ സ്വയംവര സമയത്ത് തൻ്റെ പുത്രിക്ക് പതിവ്രതാധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു കൊടുത്തു. ആ കാലഘട്ടത്തിൽ അച്ഛനാണ് പുത്രിക്ക് പതിവ്രതാധർമ്മം ഉപദേശിച്ചു കൊടുത്തത്. നാല് ഉപദേശങ്ങളാണ്. 1. ഭോജനകാലേ കാകബലീന. 2. രാത്രൗ രാമായണം കുരിയാൽ. 3. ശയനേ ഹസ്തതാഠനം. 4. പ്രഥമേ കോപം വിനിശ്യതി. ഒന്ന് ചുരുക്കി പറയാം. ഭോജനകാലേ കാകബലീന. ഒരു വീട്ടമ്മ ആദ്യം ചെയ്യേണ്ടത് അടുക്കളയിൽ കയറി കാലും മുഖവും കഴുകി, അടുക്കളയിൽ കയറണമെങ്കിൽ കുളിക്കണമെന്നാണ് പറയുന്നത്. പൂജാമുറിയിൽ കയറാൻ കാലും മുഖവും കഴുകി പൂജാമുറിയിൽ കടന്ന് നിലവിളക്ക് കൊളുത്താം. അടുക്കളയിൽ കുളിച്ചിട്ട് വേണം കയറാൻ. അങ്ങനെ അഗ്നി പകർന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഒരു തേങ്ങാപ്പൂൾ എടുത്ത് ഗണപതിയെ മനസ്സിൽ ധ്യാനിച്ച്, ഭഗവാനെ, ഇന്നത്തെ ജീവിതത്തിൽ എൻ്റെ യാതൊരു തടസ്സങ്ങളും ഉണ്ടാക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഗ്നിക്ക് ഈ തേങ്ങാപ്പൂൾ കൊടുക്കണം. ഒരു ഗണപതി ഹോമത്തിൻ്റെ ഫലമാണ്. അരി കഴുകി അടുപ്പത്തിടുവാൻ എടുക്കുമ്പോൾ ഒരു നുള്ളരി എടുത്ത് അഗ്നിക്ക് കൊടുക്കണം. അതിനുശേഷം വേണം ഈ അന്നപൂർണേശ്വരിയെ മനസ്സാ ധ്യാനിച്ചുകൊണ്ട് അരി അടുപ്പത്തിടാൻ. അരി വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുൻപ് ഒരു 2-3 സ്പൂൺ ചോറെടുത്ത് ഒരിലച്ചിന്തിൽ തെക്കുവശത്ത് കാക്കയ്ക്ക് കൊടുക്കണം. ഇതാണ് കാകബലി. ഏകവിംശതി കുലോദ്ധാരണായ 21 തലമുറകളായി മരിച്ചിട്ടുള്ള പിതൃക്കളുടെ ആത്മാവിന് മോക്ഷം സിദ്ധിക്കുന്ന കർമ്മ പദ്ധതിയാണ് നമ്മുടെ വീട്ടമ്മ ചെയ്യുന്നത്. ഇതാണ് ജനകൻ ആദ്യം ഉപദേശിച്ച മന്ത്രം. ഇനി അടുത്തതാണ് രാത്രൗ രാമായണം കുരിയാൽ. രാത്രിയിൽ രാമായണം വായിക്കണം. അത് സന്ധ്യയ്ക്ക് ശേഷം ഒരു വീട്ടമ്മ എപ്പോൾ വേണമെങ്കിലും രാമായണം വായിക്കാം. രാമായണത്തിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാണല്ലോ നമ്മൾ കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുന്നത്. അപ്പോൾ ഇത് 3-ാമത്തേതാണ് ശയനേ ഹസ്തതാഠനം. കിടക്കാൻ നേരത്ത് കിടക്ക തട്ടിക്കൊടഞ്ഞ് വിരിച്ച് കിടക്കണം എന്നാണ്. 4-ാമത്തേതാണ് പ്രഥമേ കോപം വിനിശ്യതി. ഈ സ്ത്രീകൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യമുണ്ടല്ലോ, നമ്മൾ മുൻശുണ്ടി എന്നൊക്കെ പറയും. ഇത് പൂർണ്ണമായും ഒഴിവാക്കി ജീവിക്കണം. സുഖമായി കുടുംബ ജീവിതത്തിന് ഏറ്റവും ഉത്തമമായ ഈ 4 ഉപദേശങ്ങളാണ് ജനക മഹാരാജാവ് തൻ്റെ പുത്രിയായ സീതാദേവിക്ക് ഉപദേശിച്ചു കൊടുത്തത്. ഇത് എല്ലാ അമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്നും അത് ആചരിച്ച് ജീവിക്കേണ്ടതാണെന്നും അറിയിക്കുകയാണ്. എല്ലാവർക്കും നമസ്തേ.